നമ്മുടെ ഈ PCOD, തൈറോയ്ഡ് ഇഷ്യൂസ്, ഫാറ്റി ലിവർ, വെയിറ്റ് ഗെയിൻ, പീരീഡ് ക്രാംസ് ഇതെല്ലാം സെപ്പറേറ്റ് പ്രോബ്ലംസ് ആയിട്ടാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ബട്ട് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് 80-90% വരുന്നതിൻ്റെ ഒരൊറ്റ റൂട്ട് കോസേ ഉള്ളൂ, ദാറ്റ് ഈസ് മെറ്റബോളിക് ഇൻഫ്ലമേഷൻ. ഇത് നമുക്ക് മുറിവോ ചതവോ ഉണ്ടാവുന്ന സ്വെല്ലിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺജക്ഷൻ, കഫം, അതൊന്നുമല്ല. അതിന് പറയുന്ന ഇൻഫ്ലമേഷനാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ. അപ്പോൾ അതെന്താണെന്നും അതിൻ്റെ ഹീലിംഗ് റൂട്ടീനും എല്ലാം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മെറ്റബോളിക് ഇൻഫ്ലമേഷൻ സംഭവം എന്താ? അത് നമ്മുടെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഓർഗൻസിലുണ്ടാകുന്ന ഒരു സൈലൻറ്റ് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ. അത് പതിയെ എവറി സിംഗിൾ ഡേ പതിയെ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. ഈ ഒരു ഓർഗൻസാണ് നിങ്ങളുടെ ഹോർമോൺസ്, എനർജി, ഡൈജഷൻ, മൂഡ് എല്ലാത്തിനും റെസ്പോൺസിബിൾ. ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. പതിയെയാണ് നമ്മുടെ എൻ്റയർ സിസ്റ്റത്തിനെ ഈ ഒരു ഇൻഫ്ലമേഷൻ എഫക്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഈ ഇൻഫ്ലമേഷൻ എവിടെയാണ് നടക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് അറിയണം. അപ്പോൾ അതിന് മെയിൻ 3 റീസൺസ് ആണുള്ളത്: ഇൻസുലിൻ റെസിസ്റ്റൻസ്, ലീക്കി ഗട്ട് ആൻഡ് സ്ട്രെസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ ഇൻസുലിൻ എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് ഗ്ലൂക്കോസ് ആവുന്നു. അപ്പോൾ ഈ ബ്ലഡിലെ ഗ്ലൂക്കോസ് സെല്ലിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ സെല്ലിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ജോലി. അതായത് സെല്ലൊരു ഡോറായിട്ടും ഇൻസുലിൻ ഒരു കീ ആയിട്ടും തുറന്നിട്ട് ഈ ഒരു ഗ്ലൂക്കോസിനെ സെല്ലിലോട്ട് ഉള്ളിലോട്ട് എത്തിക്കുക. അതാണ് ഈ ഒരു മെക്കാനിസം. അപ്പോൾ പല ഫാക്ടേഴ്സും ഉണ്ട്. സെൽസ് ഇൻഫ്ലെയിംഡ് ആയി ഇറിറ്റേറ്റഡ് ആയിട്ട് ഈ ഒരു ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ എന്തുകൊണ്ട് ഈ സെൽസ് ഇൻസുലിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ, ഈ ഇൻസുലിൻ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നു ഡ്യൂ ടു ഫ്രീക്വൻറ്റ് സ്നാക്കിങ് അല്ലെങ്കിൽ ഹൈ കാർബ് മീൽസ്, ഷുഗറി ഫുഡ്സ് കഴിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇൻസുലിൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും, സോ ദാറ്റ് ഈ ഒരു ബ്ലഡിലെ ഗ്ലൂക്കോസ് എടുത്ത് സെല്ലിലോട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്ക് ചെയ്യുമ്പോഴത്തേക്കും സെല്ല് അങ്ങ് ഇറിറ്റേറ്റഡ് ആവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡോറിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആരെങ്കിലും മുട്ടിയാൽ നമുക്കും ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മളും തുറക്കാതിരിക്കും. സെയിം അവസ്ഥ തന്നെയാണ് സെല്ലിൻ്റെ കാര്യത്തിലും. അങ്ങനെ തുറക്കാതിരിക്കുമ്പം ഈ ഒരു ബ്ലഡിൽ ഇങ്ങനെ ഗ്ലൂക്കോസ് കിടക്കുമ്പോൾ ലിവർ വിചാരിക്കും ലെറ്റ് മീ ഹാൻഡിൽ ദിസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷുഗറിനെ എടുത്ത് ലിവറിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. അതാണ് ഫാറ്റി ലിവർ. അങ്ങനെ ലിവറിൻ്റെ ഫംഗ്ഷനിങ്ങും അവതാളത്തിലാവും. ആൻഡ് ഈ ലിവർ ആണല്ലോ നമ്മുടെ 60% ഓഫ് T4, അതായത് തൈറോക്സിൻ ഹോർമോൺസിനെ T3 കൺവേർട്ട് ആക്കുന്നത്. ആൻഡ് ഈ T3 ഹോർമോൺ ആണ് നിങ്ങളുടെ പ്രോപ്പർ മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മെയിൻ വില്ലൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, സോ ദാറ്റ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹീലിംഗ് റൂട്ടീന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സീ യു.